സ്വാഗതം സുസ്വാഗതം. കെ സുരേന്ദ്രന് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആർക്കായിരിക്കണം വോട്ട് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇപ്പൊ കൃത്യമായ ധാരണയുണ്ട്. ബഹുമാന്യനായിട്ടുള്ള മാനന്തവാടി പിതാവിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, ആർക്കായിരിക്കണം വയനാട്ടുകാർ വോട്ട് ചെയ്യേണ്ടത്, ആർക്കായിരിക്കണം വയനാട്ടുകാർ വോട്ട് ചെയ്യേണ്ടതെന്ന് ബഹുമാന്യനായിട്ടുള്ള മാനന്തവാടി പിതാവിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ പിതാവ് പറഞ്ഞു, വയനാട്ടുകാർക്കായിരിക്കണം വോട്ട് ചെയ്യേണ്ടത്, വയനാട്ടുകാർക്കായിരിക്കണം വോട്ട് ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി വയനാട്ടുകാരനാണോ? രാഹുൽ ഗാന്ധി വയനാട്ടുകാരനാണോ? ആനി രാജ വയനാട്ടുകാരിയാണോ? ആനി രാജയും രാഹുൽ ഗാന്ധിയും ഡൽഹിക്കാരാണ്. അവരുടെ ആവശ്യം അവിടെയാണുള്ളത്. വയനാട്ടുകാർക്ക് അവരുടെ ആവശ്യമില്ല, വയനാട്ടുകാർക്ക് അവരെ കിട്ടാനും പോകുന്നില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും മാനന്തവാടി പിതാവ് പറഞ്ഞ ആ വയനാട്ടുകാരൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയം ഉണ്ടാകേണ്ട ഒരു സാഹചര്യവുമില്ല. വയനാട് ജില്ലയിൽ നിന്ന് തന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ച് യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ വയനാട് ജില്ലയിലെ ഓരോ ഊടുവഴികളും സ്വന്തം ഹൃദയരേഖ പോലെ തിരിച്ചറിയാൻ കഴിയുന്ന, വയനാട്ടിലെ ജനങ്ങളെ പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണം പരിചയമുള്ള, വയനാട്ടിൽ നിന്ന് പൊതുപ്രവർത്തനം ആരംഭിച്ച് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ ബഡാ ഫൈറ്റർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച കെ സുരേന്ദ്രൻ അല്ലാതെ മറ്റാരാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ട വയനാട്ടുകാരൻ? മറ്റാരാണുള്ളത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചരിത്രം രേഖപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പാണ്, ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലും 5 വർഷം മുൻപ് സംഭവിച്ചതുപോലെ കയ്യബദ്ധം സംഭവിക്കുകയാണെങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത 5 വർഷവും ഇതുപോലെ തന്നെ കടന്നുപോകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന 26-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോയി അതിരാവിലെ തങ്കത്താമരയിൽ ഒരു വോട്ട് രേഖപ്പെടുത്തി ശ്രീ കെ സുരേന്ദ്രനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ആ തീരുമാനം ചരിത്രം കുറിക്കുന്ന തീരുമാനമാകും എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത 5 വർഷക്കാലം, ആ 5 വർഷക്കാലം വയനാടിന്റെ ചരിത്രത്തിൽ ഒരു സുവർണ കാലഘട്ടമായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വയനാടിന്റെ